എല്ലാവർക്കും ഇഷ്ട എന്ന സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം വിളിച്ചത് പ്രകാരം മഹേഷ് ഇഷ്ടയും കൂട്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. കൂടെ ചിപ്പിയുമുണ്ട്. രജനെ തള്ളിയിട്ടതിന് മാപ്പ് പറയാനാണ് ഇഷിതയോട് മഹേഷ് ആവശ്യപ്പെടുന്നു. എന്തിനാണ് താൻ ഇഷാന്തിനോട് മാപ്പ് പറയുന്നത് എന്ന് ഇഷിത ചോദിക്കുന്നു. മഹേഷ് പറയുന്നതൊന്നും മനസ്സിലാകാതെ ഇഷിത കണ്ണും തള്ളിയിരിക്കുകയാണ്. ആകാശും രജനയും ആ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത്. ആകാശും രചനയും ഇപ്പോൾ ഇങ്ങോട്ട് എന്തിനു വന്നു എന്നറിയാതെ മിഴിച്ചു നിൽക്കുകയാണ് ഇഷിത. എന്നാൽ ഇഷിതയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ആകാശ് മറുപടി പറയുന്നു. ഈ നിൽക്കുന്ന ആദി മഹേഷിൻ്റെ മകനാണെന്ന്, രചനയിലുണ്ടായിരുന്ന മൂത്ത മകനാണെന്നുമുള്ള കാര്യമൊക്കെ ആകാശ് എല്ലാം പറയുന്നു. ഇഷിത ഇതെല്ലാം കേട്ട് കണ്ണ് നിറഞ്ഞ് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ. ആ സമയത്ത് മഹേഷ് തല കുനിച്ചിരിക്കുന്നു. മഹേഷിനെ ഇഷിതയെ നോക്കി ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ആ കാഴ്ച കണ്ട് രചനയും ആകാശും വളരെ സന്തോഷത്തോടെ ആർത്തു ചിരിക്കുന്നു. ആ സമയത്ത് ഇഷിത ചിപ്പിയെ ചേർത്ത് നിർത്തി എന്നിട്ട് ചിപ്പിയോട് പറയുന്നു, മോൾക്കിപ്പോൾ ചേട്ടനും അമ്മയും അച്ഛനും എല്ലാം ആയി, ഞാൻ പുറത്തായി എന്നും. അങ്ങനെ ഇഷിത അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി. ആ സമയത്ത് തന്നെ ഇഷിത മഹേഷിൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അതിനുശേഷം ആദി, രചന, ആകാശ് എല്ലാവരും കൂടെ ചേർന്ന് മഹേഷിനെ ഒരുപാട് കളിയാക്കുന്നു. അവരും അതെല്ലാം പറഞ്ഞതിന് ശേഷം പോയി. ശേഷം ചിപ്പിയും മഹേഷിൻ്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ ചിപ്പിയും കൂട്ടി ഇഷിതയെ തപ്പി ഇറങ്ങി. പക്ഷേ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം അമ്മയോടും അച്ഛനോടും ഇക്കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു അപ്പുറത്തെ ഫ്ലാറ്റിലുണ്ടാവുന്നു. പക്ഷേ എവിടെയും ഇഷിതയെ കണ്ടെത്താൻ സാധിച്ചില്ല.